അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കാട്ടാന. ഏറെ നേരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. അവനാ വണ്ടി അറിയാം, അവന്റെ വണ്ടി അത് നന്നായിട്ട് അറിയാം. പൊക്കോ ഇത് മൂന്നാമത്തെ പട്ടയാണ്. ഗണപതിയാണോ അതോ വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കക്ഷി ഇതിപ്പോൾ പലതവണയായി പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകാരാണെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ പറയുന്നത് കേൾക്കാം, കണ്ടതാണ് പലവട്ടം, പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അതനുസരിക്കുന്നത് പോലെ സൈറൻ കേട്ട് കക്ഷി നടന്നു പോവുകയും ചെയ്യുന്നു. നാശനഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ? ഇല്ല, നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. ഇതിപ്പോൾ സ്ഥിരമായ ഒരു സംഭവമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഈ കാട്ടാന പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടന്ന് ആ സ്റ്റേഷന്റെ തൊട്ട് മുൻപിലുള്ള ഒരു തെങ്ങുണ്ട്. അത് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്താണ്. അതിൽ നിന്ന് തെങ്ങോല വലിച്ചു പറിച്ച് അത് കഴിച്ചുകൊണ്ടാണ് ഈ കാട്ടാന തിരിച്ചു പോകുന്നത്. ആ തെങ്ങിലെ ഓല എന്തായാലും ആനയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം അത് തേടിയാണ് പലപ്പോഴും ഈ ആന ഇവിടെ എത്താറുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിലൊക്കെ ആദ്യം തവണ ആന വന്നപ്പോൾ അല്പം പരിഭ്രാന്തരായെങ്കിലും പിന്നീട് ഇതിപ്പോൾ ഈ തെങ്ങിനെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവരും ഒരു ഭയമില്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ മതിൽ ചാടിക്കടന്നു, അതായത് മതിലിന്റെ അപ്പുറത്തേക്ക് രണ്ട് കാലുകളും ഇട്ടുകൊണ്ടാണ്, മുൻകാലുകൾ ഇട്ടുകൊണ്ടാണ് ഈ പട്ട പറിച്ചു നിന്ന് ആന മടങ്ങിയത്. ഇത് ഈ റോഡിനോട് തൊട്ടരികിലാണ്, അതായത് അതിരപ്പള്ളിയിലേക്കുള്ള പ്രധാന റോഡിന്റെ തൊട്ടരികിലാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ എല്ലാം തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു വളവിനോട് ചേർന്നാണ് ഈ പോലീസ് സ്റ്റേഷനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഈ ആന റോഡിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇരുചക്ര വാഹനത്തിലോ മറ്റോ വന്നാൽ മറ്റ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതും ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ആന കുറച്ചു നേരം അവിടെ നിലയുറപ്പിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT സംഘം അവിടേക്ക് എത്തി ആനയെ ഈ തോട്ടം മേഖലയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു.